ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഈ പുതിയ പ്രഭാതത്തിലും ആരോഗ്യത്തോടെ നമ്മളെ കാത്തു പരിപാലിച്ച ദൈവത്തിന് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ നമ്മുടെ വായന ഭാഗം സദൃശവാക്യങ്ങൾ 15 മുതൽ 18 വരെയുള്ള അധ്യായങ്ങളാണ്. ഇന്നത്തെ ചിന്തയ്ക്കായി ഇയ്യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം വാക്യം. അതിന് തേമാന്യനായ എലീഫസ് ഉത്തരം പറഞ്ഞത്. ഇയ്യോബിൻ്റെ സ്നേഹിതനും സ്നേഹിതന്മാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയുമായിരുന്നു എലീഫസ്. സുഹൃത്തുക്കളുടെ ക്രമം അനുസരിച്ച് ആദ്യം പേര് പറയപ്പെടുന്നതും എലീഫസ് എന്നായിരുന്നു. ഇയ്യോബിൻ്റെ തിക്തമായ വ്യഥ കണ്ടതിനു ശേഷം ആദ്യം സംസാരിക്കുന്ന വ്യക്തിയും എലീഫസ് ആണ്. ഇയ്യോബിൻ്റെ പുസ്തകം 15-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറഞ്ഞതനുസരിച്ച് അവിടെ ഇപ്രകാരം പറയുന്നു: ഞങ്ങളുടെ ഇടയിൽ നരച്ചവരും വൃദ്ധന്മാരും ഉണ്ട്, നിന്റെ അപ്പനേക്കാൾ പ്രായം ചെന്നവർ തന്നെ. ഇതനുസരിച്ച് ഇയ്യോബിനേക്കാൾ പ്രായം കൂടിയ വ്യക്തിയായിരുന്നു എലീഫസ് എന്ന് മനസ്സിലാക്കാം. തേമാന്യനായിട്ടാണ് ഇദ്ദേഹത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. തേമാൻ എന്നത് എദോമിലുള്ള ഒരു പട്ടണമോ പ്രവിശ്യയോ ആയിരുന്നിരിക്കാമെന്ന് പണ്ഡിതന്മാർ പറയുന്നു. എന്നാൽ യിരെമ്യാ പ്രവചനം 49-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിൽ ജ്ഞാനത്തിന് പ്രസിദ്ധി ആർജിച്ച ഒരു സ്ഥലമായിട്ടാണ് തേമാനെ കരുതുന്നത്. മാത്രമല്ല എലീഫസ് എന്നത് ഒരു എദോമ്യ നാമവുമാണ്. ഉൽപ്പത്തി പുസ്തകം പറയുന്നതനുസരിച്ച് യേശാവിൻ്റെ മകൻ്റെ പേരും എലീഫസ് എന്ന് ആയിരുന്നു. എന്നാൽ ഇന്ന് ഇയ്യോബിൻ്റെ സ്നേഹിതനായ എലീഫസിനെ കുറിച്ച് ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാമെന്നത്രേ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട്, പിതാക്കന്മാരുടെ വിശ്വാസ സത്യങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന എലീഫസ്. എലീഫസിൻ്റെ സംഭാഷണത്തിൻ്റെ അടിസ്ഥാനം ജീവിതത്തെക്കുറിച്ചുള്ള സ്വന്തമായ കാഴ്ചപ്പാടുകളും തനിക്ക് ലഭിച്ച രാത്രി ദർശനങ്ങളും അദ്ദേഹത്തിൻ്റെ ഭാവനയിൽ നിന്നും രൂപം കൊണ്ടിട്ടുള്ള കാര്യങ്ങളുമൊക്കെയാണ്. അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെയാണ് കൊയ്യുന്നത്, മൂഢൻ വേരൂന്നുന്നത് ഞാൻ കണ്ടു എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ എലീഫസ് പറയുന്നുണ്ട്. എന്നാൽ ഇയ്യോബിൻ്റെ പുസ്തകം 4-ാം അധ്യായം 13-14 വാക്യങ്ങളിൽ കാണുന്നതെല്ലാം അദ്ദേഹത്തിൻ്റെ സ്വന്തമായ കാഴ്ചപ്പാടുകളാണ്. അതോടൊപ്പം തന്നെ പിതാക്കന്മാരുടെ വിശ്വാസ സത്യങ്ങൾക്ക് ഊന്നൽ നൽകുകയും ചെയ്യുകയാണ് കാണുവാൻ സാധിക്കുന്നത്. രണ്ടാമതായി നമ്മൾ കാണുന്നത് ദൈവത്തിൻ്റെ നിയമവും നീതിബോധവും ലംഘിക്കരുതാത്തതും മാറ്റമില്ലാത്തതുമാണെന്ന് എലീഫസ് പറയുന്നുണ്ട്. ഇയ്യോബ് 4-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഓർത്തു നോക്കുക, നിർദോഷിയായി നശിച്ചവൻ ആർ, നേരുള്ളവർ എവിടെ മുടിഞ്ഞു പോയിട്ടുള്ളൂ എന്ന് എലീഫസ് പറയുന്നുണ്ട്. ഇതിലൂടെ ദൈവത്തിൻ്റെ നിയമങ്ങൾ ലംഘിക്കരുതെന്നും അങ്ങനെയുള്ളവരിൽ ദൈവം തൻ്റെ നീതി നടപ്പിലാക്കുമെന്നും എലീഫസ് വാദിക്കുന്നു. ഇവിടെ എലീഫസിൻ്റെ ദൈവശാസ്ത്രം പരമ്പരാഗതമായി വിശ്വസിച്ചു പോരുന്ന പ്രതികാര സിദ്ധാന്തത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ് എന്ന് നമുക്ക് കാണുവാൻ കഴിയും. കാരണം അധർമ്മം വിതയ്ക്കുന്നവർ അതുതന്നെ കൊയ്യുമെന്നും ഇയ്യോബിൻ്റെ കഷ്ടതകൾ പാപത്തിൻ്റെയും ദുഷ്ടതയുടെയും അനന്തര ഫലമാണെന്നും എലീഫസ് ഇവിടെ ഉറപ്പിച്ച് പറയുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഇത്തരത്തിൽ എലീഫസ് പറയുമ്പോഴും നമുക്കറിയാം, ദൈവത്തിൽ നിന്നും ഇയ്യോബിനെ പരീക്ഷിക്കുവാനായി അനുവാദം വാങ്ങിയ സാത്താൻ ഇയ്യോബിനെ പല പരീക്ഷണങ്ങളിലൂടെ കടത്തി വിടുന്നതാകുന്നു എന്ന്. ഇവിടെ എലീഫസിൽ നിന്നും ഇയ്യോബിന് വേദനപ്പെടേണ്ട സാഹചര്യം ഉണ്ടായതുപോലെ നമ്മുടെയും ജീവിതത്തിൽ വേദനകൾ സാധാരണമാണ്. എന്നാൽ ഒന്ന് ഓർക്കുക, എൻ്റെ ഏത് വേദനയുടെ അനുഭവത്തിലും, എൻ്റെ ഏത് പ്രയാസങ്ങളുടെ മധ്യത്തിലും, എൻ്റെ ഏത് ഒറ്റപ്പെടലിൻ്റെ അവസരങ്ങളിലും എന്നോട് കൂടെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് എന്ന്. അങ്ങനെയെങ്കിൽ ആ ദൈവകരങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, എൻ്റെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെയും വേദനകളെയും നീ അറിയുന്നുവല്ലോ. അവയൊക്കെ തരണം ചെയ്യുവാൻ അവിടുത്തെ കൃപയും ശക്തിയും ഞങ്ങളിൽ പകരണമേ. ആമേൻ.